കേരള സന്ദർശനത്തിലും ഉപവാസം നിഷ്ഠയോടെ ആചരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി താമസിച്ച എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ കിടന്നുറങ്ങിയത് നിലത്ത് യോഗ മാറ്റ് വിരിച്ച്. മോദിക്കായി കേരള തനിമയിലുള്ള വിഭവങ്ങൾ ഒരുക്കിയിരുന്നെങ്കിലും കഴിച്ചത് കരിക്കിൻ വെള്ളവും പഴങ്ങളും മാത്രം. അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി കട്ടിലും മെത്തയും മറ്റ് ആഹാരങ്ങളും ഉപേക്ഷിച്ചത്. ഇളനീരും പഴവർഗ്ഗങ്ങളും മാത്രം ആഹാരത്തിൽ ഉൾപ്പെടുത്തി ഡ്രാഗൺ, ആപ്പിൾ, ഏത്തപ്പഴം, മുന്തിരി, പേരയ്ക്ക, മാതളം, ഓറഞ്ച് എന്നീ പഴങ്ങളാണ് അദ്ദേഹത്തിന് നൽകിയത്. പ്രധാനമന്ത്രിക്കായി കേരള നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു. മോദിക്കൊപ്പം ഉണ്ടായിരുന്നവർ കേരള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിക്ക് വേണ്ടി കിങ് സൈസ് ബെഡ് തയ്യാറാക്കിയിരുന്നു. എങ്കിലും നിലത്ത് യോഗാമാറ്റ് വിരിച്ച് അതിന്റെ മുകളിൽ ബെഡ്ഷീറ്റ് വിരിച്ചാണ് കിടന്നുറങ്ങിയതെന്ന് ഗസ്റ്റ് ഹൌസ് അസിസ്റ്റന്റ് മാനേജർ രതീഷ് പറഞ്ഞു. കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് 16 രാത്രി 8 പ്രധാനമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ എത്തിച്ചേർന്നത്. പിറ്റേന്ന് പുലർച്ചെ 4:30 ഉണർന്ന് ചൂടുവെള്ളം കുടിച്ച ശേഷം യോഗ ചെയ്തു. എല്ലാ ജീവനക്കാർക്കും നന്ദി പറഞ്ഞാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫും SPG ഉദ്യോഗസ്ഥരും ഇവിടെ 40 മുറികളിലായാണ് താമസിച്ചത്. പ്രധാനമന്ത്രി വ്രതാനുഷ്ഠാനങ്ങളോടെ തങ്ങിയ മുറി പവിത്രമായി സൂക്ഷിക്കണമെന്ന ആഗ്രഹമാണ് ഇവിടുത്തെ ജീവനക്കാർ പങ്കുവച്ചത്. ജനം, കൊച്ചി.